ഇന്നും എന്നെ ശരിക്കും ആനി എന്ന് വിളിക്കുമ്പോൾ എല്ലാവരും മഴയത്ത് മുൻ കേട്ടോ സർ ഐഡന്റിറ്റി തരുന്നത്. റിയലി താങ്ക്ഫുൾ ടു. പറഞ്ഞാലും വാക്കുകളില്ല എനിക്കത് പറയാൻ. സർ ഇനിയിപ്പോൾ ഞാൻ എന്നെ എന്നാ പറയുന്നത് ഡയറക്റ്റ് ചെയ്തതല്ലേ, അപ്പോൾ ഇനി സർ അന്നേരമൊക്കെ ആനി അത് ചെയ്യൂ ഇത് ചെയ്യൂ എന്നൊക്കെ സാറ് പറയേ. ഇല്ല ചേച്ചി, ഇന്ന് ഞാൻ തിരിച്ച് അങ്ങോട്ട് ചോദിക്കാൻ പോകാം. അതാ സർ, കുഞ്ഞുനാൾ മുതൽ മീൻ കോളേജ് ഡേയ്സ് അതൊക്കെ ഒന്ന് ഞങ്ങൾക്കൊന്ന് പറഞ്ഞു തരുമോ? ഡയറക്ടർ കമൽ സാറിനെ മാത്രമേ ഞങ്ങൾക്ക് അറിയത്തുള്ളൂ. അല്ല കുട്ടിക്കാലം ഫിലിമിലേക്ക് വന്നതും ഒക്കെ ഒരു ഡീറ്റെയിൽ. അടുക്കളയിലിരുന്ന് പറയണം. ഞാനൊരു കാര്യം പറയട്ടെ സർ, ശരിക്കും നമ്മുടെ വീട്ടിലാണെ പോലും നമ്മൾ ഏറ്റവും കൂടുതൽ നമ്മൾ മനസ്സ് തുറന്ന് വർത്താനം പറയാൻ നമ്മുടെ അടുക്കളയിലായിരിക്കും. എല്ലാ വീട്ടിലും എനിക്ക് തോന്നുന്നു മിക്കപ്പോൾ വീട്ടിലും ഒരു കുഞ്ഞു മേശ ഇല്ലേ അല്ലേ ചേച്ചി? അവിടെ ഇരുന്നായിരിക്കും നമ്മൾ കൂടുതലും മനസ്സ് തുറക്കുന്നത്. ഞാൻ ഹൃദയം തുറന്ന് പറയാം. മാത്രമല്ല എനിക്ക് വലിയ സന്തോഷം, ആനിയുടെ അടുക്കളയിൽ ഞങ്ങൾ കയറ്റില്ല, അപ്പൊ അത്രയും സ്വാതന്ത്ര്യം തോന്നല്ലോ. തീർച്ചയായിട്ടും താങ്ക് യു അല്ലാതെ ഫോർമലായി പോകും. പക്ഷെ എന്നാലും സർ പറയണം. കുട്ടിക്കാലം എന്താ പറയാ, ഞാൻ പലയിടത്തും പറഞ്ഞിട്ടുണ്ട്, എന്നാലും പറയാണ്. ഞാൻ മതിലകം എന്ന് പറയുന്ന കൊടുങ്ങല്ലൂർ അടുത്ത് ഒരു സ്ഥലത്താണ് ജനിച്ചത്. അവിടെ ഒരു ഗ്രാമം മാതിരിയുള്ള സ്ഥലമായിരുന്നു. ഇന്ന് ചെറിയ പട്ടണമാണ്. സാധാരണ ഒരു ഗ്രാമം, സാധാരണ സ്കൂള്. അവിടുത്തെ ഒരു അറിയപ്പെടുന്ന ഒരു മുസ്ലിം തറവാട്ടിലാണ് ഞാൻ ജനിച്ചത്. അവിടെ തന്നെയായിരുന്നു സ്കൂളും. സെൻറ്റ് ജോസഫ് സ്കൂൾ എന്ന് പറഞ്ഞാൽ എൻ്റെ വീടിൻ്റെ നേരെ മുമ്പിൽ തന്നെയായിരുന്നു സ്കൂള്. അവിടെയാണ് 10ാം ക്ലാസ് വരെയും പഠിച്ചതൊക്കെ. എൻ്റെ മദറിൻ്റെ വീടാണ് കൊടുങ്ങല്ലൂരിൽ എറിയാട് എന്ന് പറഞ്ഞ സ്ഥലം. അവിടെയാണ് ഇവരുടെയൊക്കെ വീട്. പടിയത്ത് എന്ന് പറയുന്ന തറവാടാണ് എൻ്റെ മദറിൻ്റെ. വൈഫ് പടിയത്ത് തറവാട്ടിലാണ്. എൻ്റെ അമ്മയുടെ ആങ്ങളുടെ മകൾ തന്നെയാണ്. അതറിയില്ല? അതെ അതെ. അപ്പോൾ കുട്ടിക്കാലം മുതലേ കണ്ട് പരിചയമുള്ളതാണ്. അപ്പോൾ എൻ്റെ ഒരു ഇതെന്ന് വെച്ചാൽ എനിക്ക് സിസ്റ്റേഴ്സൊന്നുമില്ല. എൻ്റെ ഉമ്മയ്ക്ക് 3 ആൺമക്കളായിരുന്നു. അപ്പോൾ ഈ പെൺകുട്ടികളില്ലാത്തതുകൊണ്ട് തന്നെ അമ്മാവന്മാരുടെ പെൺമക്കളെ കൊണ്ട് വീട്ടിൽ നിർത്തും വെക്കേഷൻ ടൈമിൽ. ഈ സമ്മർ വെക്കേഷനൊക്കെ ആവുന്ന സമയത്ത് എനിക്കാണെങ്കിൽ ഒരുപാട് അമ്മാവന്മാരും പിന്നെ ഫാദറിൻ്റെ സിസ്റ്റേഴ്സിൻ്റെ പെൺമക്കളൊക്കെ ആയിട്ട് കുറേ കസിൻസ് ഉണ്ട്. അപ്പോൾ നമ്മൾ ഈ മുറപ്പെണ്ണെന്ന് പറയുമല്ലോ, മുസ്ലിംസിൻ്റെ ഇടയിലും ഹിന്ദുക്കളുടെ ഇടയിലും മുറപ്പെണ്ണുങ്ങൾ കല്യാണം കഴിക്കാം എന്നുള്ളത് കൂടിയുണ്ട്. അപ്പോൾ അങ്ങനെ പല വെക്കേഷനിൽ പല മുറപ്പെണ്ണുകൾ വരുമായിരുന്നു, പല പ്രായത്തിലുള്ള. അങ്ങനെ ഒരു വെക്കേഷന് വന്ന സമ്മർ വെക്കേഷനിൽ വന്നതാണ് മുറപ്പെണ്ണ് ഇദ്ദേഹം. അത് അദ്ദേഹത്തിൻ്റെ 10ാം ക്ലാസ് പരീക്ഷ കഴിഞ്ഞിരിക്കുന്ന വെക്കേഷൻ സമയത്തായിരുന്നു. അന്നും ചെറിയൊരു ഇഷ്ടം ഒക്കെ തോന്നി. സാധാരണ മുറപ്പെണ്ണുങ്ങൾ വരുന്നേക്കാളും ഒരു പ്രത്യേകത ഈ മുറപ്പെണ്ണോട് അതുണ്ടായിരുന്നു. കാരണം എന്ന് വെച്ചാൽ ഞാൻ ഉമ്മയുടെ തറവാട്ടിലേക്ക് ചെല്ലുമ്പോൾ അല്ലെങ്കിൽ ഇവരുടെ വീട്ടിലേക്ക് ചെല്ലുമ്പോൾ അധികം സംസാരിക്കില്ലായിരുന്നു എൻ്റെ അടുത്ത്. ഭയങ്കര റിസർവ്ഡായിട്ട് ജാടയൊക്കെ എടുത്ത് ഓർമ്മയില്ല. കാരണം മറ്റു കസിൻസൊക്കെ സംസാരിക്കുന്നവര് പെൺകുട്ടികൾ സംസാരിക്കില്ലായിരുന്നു. അപ്പോൾ അതെന്താണെന്നുള്ളത് എനിക്കൊരു കൗതുകം ഉണ്ടായിരുന്നു. അതായിരിക്കാം ചിലപ്പോൾ ഒരു അട്രാക്ഷൻ തോന്നാൻ കാരണം. പിന്നെ ഞങ്ങൾ ഫ്രീ ആയിട്ട് സംസാരിച്ച് എനിക്ക് പറഞ്ഞാൽ എൻ്റെ വീട്ടിൽ വന്ന ആ വെക്കേഷൻ കാലത്താണ്. അതിനുശേഷം കോളേജിൽ ചേർന്നു. അപ്പോൾ ഞാൻ കോളേജിൽ അപ്പോൾ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ കത്ത് അയക്കുമായിരുന്നു. ക്രിസ്മസ് കാർഡ്, ന്യൂ ഇയർ കാർഡൊക്കെ അയക്കുമായിരുന്നു. അന്ന് അങ്ങനെയാണല്ലോ, അന്ന് മൊബൈലൊന്നും ഇല്ലല്ലോ, അല്ലെങ്കിൽ മറ്റ് കമ്മ്യൂണിക്കേഷന് ഒരു വഴിയില്ലല്ലോ. അങ്ങനെയാണ് ഈ മുറപ്പെണ്ണ് മാത്രം സത്യം. അതിനുശേഷം ഞാൻ കോളേജൊക്കെ കഴിഞ്ഞ് മദ്രാസിൽ സിനിമ എന്നൊക്കെ പറഞ്ഞ് പോയി. അപ്പോഴും മദ്രാസിലെ വിശേഷങ്ങളൊക്കെ ഞാനൊരു കഥ എഴുതണ വരിയാണ് കത്തെഴുതി അയച്ചിരുന്നത്. ആ കത്തുകൾ കുറേ കാലം സൂക്ഷിച്ചു വെച്ചിരുന്നു. കല്യാണം കഴിഞ്ഞിട്ടും കുറേ കാലം. അത് രസമുള്ള കത്തുകളായിരുന്നു. ചേച്ചി കത്തുകളൊക്കെ പ്രതീക്ഷിച്ചിരുന്നു ഇനിയിപ്പോൾ ഈ സമയത്ത് അടുത്ത കത്ത് വരും എന്നൊക്കെ? അത് വെറും ഒരു കത്ത് മാത്രമായിരുന്നില്ല, മദ്രാസിലെ എൻ്റെ ജീവിതവും കൂടിയായിരുന്നു ഞാൻ കത്ത് മാതിരി എഴുതിയിരുന്നത്. അപ്പോൾ അതിൻ്റെ ഒരു പ്രത്യേകത ഉണ്ടായിരുന്നു. കാരണം ഞാൻ എന്ത് ചെയ്യുന്നു, എങ്ങനെയാണ്, എൻ്റെ സ്വപ്നങ്ങൾ എന്താണ്, അങ്ങനെയൊക്കെയുള്ളൊരു കത്തായിരുന്നു. അപ്പോൾ അതിനൊരു വേണമെങ്കിൽ ഒരു കഥയുടെ അല്ലെങ്കിൽ ഒരു ഫീച്ചറിൻ്റെ ഒക്കെ ഒരു സ്വഭാവമുള്ള കത്തുകളായിരുന്നു ഓരോന്നും.